ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഇൻ്റർവ്യൂവിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക? അത് പക്ഷേ പ്രെഡിക്റ്റബിൾ അല്ല. എങ്കിലും ഇതുവരെ നടന്ന ഇൻ്റർവ്യൂ പാറ്റേണിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് ചിലത് ഞാൻ പറയാം. ക്ലാസിഫിക്കേഷൻസ്, ഫാർമക്കോളജി ക്ലാസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ലെപ്രോട്ടിക്, ആൻറ്റി മലേറിയൽ, ആൻറ്റി ട്യൂബർക്കുലാർ ഡ്രഗ്സ്. മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ക്ലാസിഫിക്കേഷൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എല്ലാ ക്ലാസിഫിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് അതിനകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ നമ്മുടെ ഒരു കറണ്ട് സിനാരിയോ അനുസരിച്ച് ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ലെപ്രോട്ടിക്, ആൻറ്റി മലേറിയൽ, ആൻറ്റി ട്യൂബർക്കുലാർ ഡ്രഗ്സ്, ഇതിന് ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇതെന്തായാലും പഠിച്ചു വെച്ചോളൂ. വാട്ട് ഈസ് AMR? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ? എന്താണ് AMR? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണം. H1N1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? H1N1ന് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ഡ്രഗ് ഏതാണ്? എലിപ്പനിക്ക് കൊടുക്കുന്ന സ്പെസിഫിക് ഡ്രഗ് ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വെച്ചാൽ എന്താ? ലെപ്റ്റോസ്പൈറോസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? അത് ഏത് ഡോസിലാണ് കൊടുക്കുന്നത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ജൂറിസ്പ്രുഡൻസിനകത്ത് നിന്ന് ഷെഡ്യൂൾസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ ഷെഡ്യൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എങ്കിലും ഷെഡ്യൂൾ X, ഷെഡ്യൂൾ H, ഷെഡ്യൂൾ Y, ഷെഡ്യൂൾ P, ഷെഡ്യൂൾ N, ഇതൊന്ന് കൃത്യമായി പഠിച്ചു വെച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്ലിനിക്കൽ ട്രയൽസിനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിനിക്കൽ ട്രയൽസിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ച് ചോദിക്കാം. ഡിഫറെൻറ്റ് ഫോംസ് ചോദിക്കാം. ഒരു റീറ്റെയിൽ ഫാർമസി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏത് ഫോമിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ഏത് ഫോമിലാണ് ലൈസൻസ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ റീറ്റെയിൽ ഫാർമസി തുടങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര ഏരിയ വേണം, റീറ്റെയിൽ പ്ലസ് ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര ഏരിയയാണ് വേണ്ടത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചതായി കണ്ടു. മിസ്ബ്രാൻഡഡ്, അഡൾട്രേറ്റഡ്, സ്പ്യൂരിയസ് ഡ്രഗ്സിനെ കുറിച്ച് ചോദിക്കാം. ഓരോ ആക്ടിൻ്റെ പേര് പറഞ്ഞ് ആ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ആക്റ്റും ഏതൊക്കെ വർഷങ്ങളിലാണ് നിലവിൽ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ CDSCO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? CDSCOയുടെ ഫുൾ ഫോം, അത് എന്താണ് ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടാബ്ലറ്റ്സിൻ്റെ കോട്ടിംഗ് ഡിഫക്ട്സിനെ കുറിച്ച് ചോദിച്ചതായി കണ്ടു. പ്രിസ്ക്രിപ്ഷൻ്റെ ലാറ്റിൻ ടേംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അതുപോലെ ഫാർമക്കോപ്പിയ എന്താണ്, ഏതൊക്കെ എഡിഷനിലുള്ള ഫാർമക്കോപ്പിയാണ് ഉള്ളത്, റീസെൻ്റ് എഡിഷൻ ഏത് വർഷത്തിലാണ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കണ്ടു. ഫാർമക്കോഗ്നസി ഡ്രഗ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസസ്, അതിൻ്റെ ബയോളജിക്കൽ സോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നൊരു കാര്യം, ഇൻ്റർവ്യൂ പാനലിൽ വരുന്ന മെമ്പേഴ്സിനനുസരിച്ച് അവരുടെ എക്സ്പേർട്ടൈസ് ഏരിയ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഉടനടി ആൻസർ പറയുക. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക. ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഇതുവരെ പഠിച്ചതൊക്കെയും ഓടിച്ചൊന്ന് നോക്കുക. ടെൻഷൻ ഫ്രീ ആയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ ബാച്ചിന് മുൻപേ ഇൻ്റർവ്യൂ കഴിഞ്ഞവരോട് സംസാരിച്ചാൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ചില ക്വസ്റ്റ്യൻസ് എങ്കിലും റിപ്പീറ്റഡായി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ടെൻഷൻ ഫ്രീ ആയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇൻ്റർവ്യൂവറുമായി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കണം നിങ്ങൾ ആൻസർ പറയേണ്ടത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിററിന് മുൻപിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് നല്ലതായിരിക്കും. ഈ ഒരു ഇൻ്റർവ്യൂവിന് പൊതുവെ ബയോഡാറ്റയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. തിയറി ഓറിയൻറ്റഡ് ആയാണ് ക്വസ്റ്റ്യൻസ് മിക്ക ജില്ലകളിലും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിയറിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ.